വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിലൊരു സപ്പോർട്ട് ഏരിയ കാണാം. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം, പലതവണ വന്നിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി മുകളിലോട്ട് കയറിപ്പോയതാണ്. ബ്രേക്കൗട്ടും കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ലാസ്റ്റ് ബ്രേക്കൗട്ട് നടന്ന സമയത്തും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓൾ ടൈം ഹൈയിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലത്തെ ക്യാൻഡിലും അവിടെ ചെന്നിട്ട് ഒരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്നും അവിടെ ചെന്നിട്ട് റിയാക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫോർവേഡിലേക്ക് പോവാം. ഫോർവേഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് വന്നു നിന്ന് സപ്പോർട്ട് എടുത്ത ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഒരു ഇംബാലൻസും കൂടിയുണ്ട്. പിന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ഏരിയ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഏരിയനെ നോക്കിയാൽ കാണാം അതൊരു ബ്രേക്ക് തന്ന ഏരിയ ആണ്. അതായത് ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്ന ഒരു ബ്രേക്ക് തന്ന ഒരു ഏരിയ ആണ്. അവിടേക്ക് മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയനെ ഓൾറെഡി നമ്മൾ വൺ ഡേയിൽ മാർക്ക് ചെയ്തിട്ടതാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വരുന്നുണ്ട്. 4 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ലെവലാണ്. നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ബ്രേക്ക് തന്ന് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തു, വീണ്ടും മുകളിലോട്ട് പോയി, വീണ്ടും സപ്പോർട്ട് എടുത്തു, വീണ്ടും മുകളിലോട്ട് പോയി. ഒരു കൺസോളേഷൻ ലെവലാണ് ഇപ്പോൾ മാർക്കറ്റ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊരു എൻട്രി ഇപ്പോൾ കറൻ്റ്ലി പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നിരുന്നാലും ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു ഗതി അനുസരിച്ച് ബുള്ളിഷ് തന്നെയാണ്. പക്ഷേ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ്. അതും സ്ട്രോങ് റെസിസ്റ്റൻസ് ഓൾ ടൈം ഹൈയുടെ ഏരിയയിലാണ്. എനിവേ 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്തിടേണ്ടതുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇവിടത്തെ ഒരു സപ്പോർട്ട് ഏരിയനെയാണ് മാർക്ക് ചെയ്തിടുന്നത്. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയ സമയത്ത് റീടെസ്റ്റ് നടന്ന ഏരിയ ആണ്. പ്ലസ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇംബാലൻസ് കൂടി ഉണ്ട് 1 അവറിൻ്റെ, അതും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ റെസിസ്റ്റൻസ് ഏരിയ ആണ്. അത് ഓൾറെഡി 1 ഡേയിലും അതുപോലെ തന്നെ 4 അവറിലും ഉള്ളത് കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി മാർക്ക് ചെയ്യുന്നില്ല. എനിവേ 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഒരു ക്ലിയർ ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് ഒരു എൻട്രി സാധ്യത ഉണ്ട്. പക്ഷേ വരുന്ന ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ടും മാത്രമല്ല ഇവിടെ നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻസ് ഓൾറെഡി എടുത്തത് കൊണ്ടും കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഏറെക്കുറെ ഈ ഇംബാലൻസിലേക്ക് നമ്മളൊരു എൻട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒരു എൻട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വരികയാണെങ്കിൽ ഒരു ബൈ എൻട്രി എന്ന് പറയുന്ന ഒന്നല്ലെങ്കിൽ ഇംബാലൻസിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഏരിയ നോക്കിയാൽ കാണാം ഇവിടെ സപ്പോർട്ട് എടുത്ത ഏരിയ ആണ്. ഒന്ന് നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്ന് സപ്പോർട്ട് എടുത്ത ഏരിയ ആണ്. അതുമാത്രമല്ല ബ്രേക്ക് തന്നിട്ട് നല്ലൊരു റീടെസ്റ്റും വന്നത് ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ബൈ എൻട്രിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നൊരു ബൈ എൻട്രി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ടാർഗറ്റ് വെക്കാതെ ഒഴിവാകുന്നതായിരിക്കും നല്ലത്. കാരണം മാർക്കറ്റ് നേരത്തെ പറഞ്ഞ ഒരു കൺസോളിഡേഷൻ മോഡലാണ് കാണിക്കുന്നത്. ഒരു ബ്രേക്ക് ശരിക്കും നടക്കണമെങ്കിൽ ഏറെക്കുറെ ഇതിൻ്റെ മുകളിൽ, അതായത് ഈ റെസിസ്റ്റൻസ് എടുത്ത് ഇതിൻ്റെ മുകളിൽ നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ട് പോയെങ്കിൽ മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ബൈ സോൺ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ടിൻ്റെ താഴെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ താഴോട്ടേക്ക് ഇറങ്ങിയാൽ മാത്രമേ നമുക്കൊരു സെൽ സോണ് അല്ലെങ്കിൽ സെല്ല് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ എടുത്തിട്ട് വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് ഇറങ്ങി വരുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ BTCയിലുള്ള പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ്. ഈ ഒരു അനാലിസിസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ശരിയാവണമെന്നൊന്നുമില്ല. കാരണം അനാലിസിസ് എപ്പോഴും നടത്തുന്നത് പ്രീവിയസ് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചിട്ടാണ്. അങ്ങനെ ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് പറ്റുന്ന തെറ്റുകളുണ്ടാവാം. അതുപോലെ തന്നെ
ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്നനുസരിച്ച് അനാലിസിസിന്റെ വ്യൂവിൽ മാറ്റം വരാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.